ദൈവത്തിന് കൃഷ്ണനോ? ഈ കുചേലനാ? കുചേലനാണോ ഈ? അല്ല, കൃഷ്ണനെ അവില് കൊണ്ടു കൊടുക്കുന്ന കുചേലനല്ലേ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ സാക്ഷാൽ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഗുരുവായൂരിലോട്ട് പോവുകയാണ് കേട്ടോ. കുറച്ച് ദിവസം ട്രിവാൻഡ്രത്തൊക്കെ ആയിരുന്നു. അപ്പോൾ പണ്ട് നാട്ടിലുള്ളപ്പോൾ സ്ഥിരം പോകുന്നതാണ് ഗുരുവായൂർ. നമുക്ക് ഗുരുവായൂർ പോയി തൊഴുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷവും ഒരു തൃപ്തിയൊക്കെയാണ്. അപ്പോൾ ഞാനും അമ്മയും അനിയനും ആദ്യം കൂടിയിട്ട് ഗുരുവായൂർ തൊഴാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ബസ്സിനാണ് പോയത്. അത് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി പട്ടാമ്പിയിൽ നിന്ന് ബസ് കയറി ഗുരുവായൂരെത്തി. നാട്ടിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ ഗുരുവായൂർ പോവാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. വർക്കിംഗ് ഡേയിലാണ് വന്നത്, പക്ഷേ എന്നാലും നല്ല തിരക്കായിരുന്നു. അത് ഗുരുവായൂർ എപ്പോഴും അങ്ങനെ തന്നെയാണ്, എപ്പോഴും തിരക്കായിരിക്കും. കാരണം എല്ലാവരും ഇതേപോലെ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി വരുവാണല്ലോ. ഇതാണ് ഞങ്ങൾ കല്യാണം നടന്ന മണ്ഡപം. ഈ മണ്ഡപം കാണുമ്പോൾ എപ്പോഴും ആ ഒരു ഓർമ്മ ഇങ്ങനെ വരുവേ. എപ്പോൾ ചെല്ലുമ്പോഴും ഗുരുവായൂരപ്പന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇത്തവണ അവിലാണ് മേടിച്ചത്. അപ്പോൾ അവിൽ മേടിച്ച് നടക്കിൽ നമ്മൾ സമർപ്പിച്ചു. ഫ്രണ്ടിൽ പുറത്തുതന്നെ സമർപ്പിച്ചതിന് ശേഷമാണ് പിന്നെ അകത്തോട്ട് തൊഴാൻ വേണ്ടി കയറിയത്. അങ്ങനെ കുറച്ച് നേരം ക്യൂലൊക്കെ നിന്ന് അത് കഴിഞ്ഞ് നട തുറന്ന് ഗുരുവായൂരപ്പനെ കയറി കണ്ട് തൊഴുതു. നന്നായി തൊഴാൻ പറ്റി. അതിൻ്റെ ഒരു നല്ല സന്തോഷം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കുറേ ആയി കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ തൊഴുത് കണ്ടിറങ്ങി നമ്മൾ അമ്പലത്തിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അത് 2 റീൽസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആദ്യം എന്തെങ്കിലും വേണം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വതവേ കുട്ടികൾക്കൊക്കെയുള്ള സ്വഭാവമാണ്, എന്തെങ്കിലും വേണം എന്ന് പറയണം. അപ്പോൾ ശരി വാങ്ങിക്കാം. പക്ഷെ അപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് പോയത്. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് ചെയ്യാം, എന്തെങ്കിലും വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ പോയി മസാല ദോശയും ചായയൊക്കെ മേടിച്ച് കുടിച്ചു. ക്യാൻഡി ഫ്ലവർ ടോയ് എന്ന് പറയുന്ന ഒരു പമ്പരം പോലത്തെ ഒരു സാധനം, അതാണ് എന്നിട്ട് ലാസ്റ്റാണ് മേടിച്ചത്. അവനെ ഞാനത് മേടിച്ച് പറ്റിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അവനത് ഓക്കെ ആയി. പിന്നെ നമ്മൾ വെറുതെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ. കഴുത്തിൽ കെട്ടുന്ന ചരട്, പിന്നെ കയ്യിലിടുന്ന മോതിരം, ഇതൊക്കെയാണ് സാധാരണ നമ്മളിവിടെ പോകുമ്പോൾ വാങ്ങിക്കുക. അപ്പോൾ അതൊക്കെ നോക്കി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. തിരിച്ചു പോവുകയാണ്. ബസ്സിലാണ് തിരിച്ചു വന്നത്, KSRTCയിലാണ്. ഗുരുവായൂർ KSRTC സ്റ്റാൻഡിൽ പോയി അവിടുന്ന് ബസ് കയറി തിരിച്ചു പോരുകയാണ്. പക്ഷെ നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ബസ്സിൽ നല്ല ചൂടായിരുന്നു. കുറച്ച് ദൂരം ഞങ്ങൾ യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ക്ഷീണം കൊണ്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. അങ്ങനെ കുറച്ച് ദൂരം നന്നായി ഉറങ്ങി ഞങ്ങൾ പട്ടാമ്പി എത്താറായി. ഇതാണ് നമ്മുടെ പട്ടാമ്പി പാലം. വെള്ളം മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം കയറി ബ്ലോക്കാവുന്ന ആ പട്ടാമ്പി പാലം ഇതാണ്. ഗുരുവായൂർ പോകണമെങ്കിൽ പട്ടാമ്പിയിൽ നിന്ന് ഈ പാലം കടന്നിട്ട് വേണം പോകാൻ. ഈ പാലം കഴിഞ്ഞാൽ അപ്പുറത്ത് തന്നെയാണ് പട്ടാമ്പി ഗുരുവായൂരുണ്ട് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ പിന്നെ പട്ടാമ്പിയിലുള്ളൊരു പ്രതിഷ്ഠയായിട്ടാണ് നമ്മളത് വിശ്വസിക്കുന്നത്. അതാണ് ഈ കാണുന്ന അമ്പലം. പിന്നെ അവിടുന്ന് നമ്മൾ ഓട്ടോയിൽ വീട്ടിലോട്ട് തിരിച്ചു വരികയാണ്. ഇതാണ് ഞങ്ങളുടെ തീരദേശ വഴിയുള്ള റോഡ്. നല്ല മനോഹരമായ ഒരു വഴിയാണ്. പാടവും പുഴയും തെങ്ങുംതോപ്പുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഞങ്ങളുടെ പട്ടാമ്പിയിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലോട്ട് പോകുന്ന വഴി. അങ്ങനെ വീട്ടിലെത്തി. ഇന്നത്തെ യാത്രയൊക്കെ നന്നായിരുന്നു. കുറേ ആയി ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പോയി ഗുരുവായൂരപ്പനെ കണ്ട് അതിൻ്റെ സന്തോഷം നമ്മുടെ മുഖത്ത് കാണുന്നില്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.